നേരം വെളുത്തതും ആദമായിരുന്നു ആദ്യം എഴുന്നേറ്റത്. തൻ്റെ നെഞ്ചിൽ പതുങ്ങി കിടക്കുന്നവളിലേക്ക് നോട്ടം പായിച്ചതും കഴിഞ്ഞ രാത്രിയിലെ തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ ഓരോന്നും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നിഹ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതും ഒപ്പം ഇച്ഛായ എന്നുള്ള ആ വിളിയും അന്നേരം അവൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന നേരത്താണ് നിഹ കണ്ണു തുറക്കുന്നത്. നിഹ ഉണർന്നെന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി ഉറക്കം നടിച്ചു കിടന്നു. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ ചിരി പടർത്തി. ഗുഡ് മോർണിംഗ് സാർ. അവൾ തൻ്റെ തല ചെറുതായി ഉയർത്തിപ്പിടിച്ചു. അവൻ്റെ കാതോരം മന്ത്രണം പോലെ മുഴഞ്ഞു. അവൻ നേരം കേട്ട ഭാവം നടിക്കാതെ അതുപോലെ തന്നെ കിടന്നു. ഇച്ഛായ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. അവൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ പാകത്തിൽ അത്രയും ആർദ്രമായിരുന്നു അവളുടെ സ്വരം. ഇച്ഛായ, ഐ ലവ് യു. അവൾ അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ അവൻ അവളെ തൻ്റെ മേലേക്ക് വലിച്ചിട്ടിരുന്നു. അവൻ കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി. അന്നേരം അവൻ്റെ മേലെ കിടന്നുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. നീ എന്നെ ചീത്തയാക്കി അടങ്ങൂ അല്ലേ? അവളുടെ നഗ്നമായ ഇടുപ്പിൽ പതിയെ പിച്ചിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാനെന്ത് ചെയ്തു എന്നാ? ഒന്നും ചെയ്തില്ലേ? ദേ ഇതുപോലെ ഓരോന്ന് കാണിച്ചു നടന്നാ ഇനി ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവേ. അവളുടെ മാറിൻ ചുഴിയിലേക്ക് വിരലാഴ്ത്തിക്കൊണ്ടവൻ പറഞ്ഞപ്പോൾ അവൻ്റെ വിരലിൽ പിടുത്തമിട്ടുകൊണ്ട് നാണത്തോടെ അവൾ അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി. എന്തിനാ വേണ്ടാത്തടുത്ത് നോക്കുന്നേ? അതുകൊണ്ടല്ലേ? നോക്കാതിരുന്നാ പോരെ? അവൾ മുഖമുയർത്താതെ ചോദിച്ചു. നോക്കാതിരിക്കാൻ ഞാനെന്താ വല്ല റോബോട്ടുമാണോ? ഇന്നലെ രാത്രി തൊട്ടേ മനുഷ്യൻ ഒരുവിധം കൺട്രോൾ ചെയ്ത് നിൽക്കുക. ചെറുപ്പോ അവിടുന്ന്. അവൾ അവൻ്റെ തോളിൽ ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഡി, നിന്നെ കടിച്ചുല്ലേ എന്നും പറഞ്ഞ് അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ഇപ്പോൾ അവളുടെ മേലെയാണ് അവനുള്ളത്. അവൾ കടിച്ചിടം മെല്ലെ ഒഴിഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ നന്നായിട്ടൊന്ന് എളിച്ചു കാണിച്ചു. വേദനിച്ചോ? ഇല്ല, നല്ല സുഖം. അതും പറഞ്ഞ് അവളുടെ ഇരു കൈയും കൂട്ടിപ്പിടിച്ച് അവൾ തലക്ക് മീതെയായി കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വെച്ചു. അവളുടെ മേനിയിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ പിടയ്ക്കാൻ തുടങ്ങി. സാർ വിട്, വിട് സാർ. ദേ ഞാൻ പിണങ്ങൂട്ടോ. സാറോ? ആരുടെ സാർ? അങ്ങനെയല്ലല്ലോ നേരത്തെ വിളിച്ചേ. ഒന്ന് വിളിച്ചേ കേൾക്കട്ടെ. സാർ മതിയോ? അന്നേരം അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. സാറൊന്ന് വിളിക്കാനല്ല പറഞ്ഞ്, വേറെന്ത് വിളിച്ചില്ലേ അത് വിളിക്കാനാ. അവൻ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. അത് പിന്നെ അതങ്ങനെ ഏത് നേരത്തും വിളിക്കാനൊന്നും പറ്റില്ല. പിന്നെ എപ്പോഴാണ് വിളിക്കാൻ പറ്റുക? അവൻ ചോദിച്ചു. അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വിളിക്കും. ഇപ്പോൾ സാറ് കയ്യിൽ നിന്ന് വിട്, എനിക്ക് വേദനിക്കുന്നു. അന്നേരം അവൻ അവളുടെ കയ്യിലുള്ള പിടി അയച്ചു. അതോടൊപ്പം അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഒരേങ്ങലോട് അവൾ അവൻ്റെ മുടിയിൽ പിടുത്തമിട്ടു. അവൻ തൻ്റെ ചുണ്ടിനാലും നാവിനാലും അവളുടെ കഴുത്തിൽ മാന്ത്രിക വലയം തീർത്തുകൊണ്ടിരുന്നു. അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് സഞ്ചരിച്ചു. ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടത്തിലേക്ക് അവൻ വല്ലാത്ത പാവത്തിലൊന്ന് നോക്കി. ബ്ലൗസിന് മീതിയായി ഇടതുമാറിൽ പല്ലുകൾ ആഴ്ത്തിയതും അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ ഒന്നുകൂടെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. മാറിൻ ചുഴിയിലൂടെ നാവിട്ടുരസിയതും അവളിൽ നിന്നുതിർന്ന വാക്കുകൾ അവൻ്റെ ആവേശം ഇരട്ടിച്ചു. അവളുടെ മൃദുലതയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ തൻ്റെ അതരങ്ങൾ താഴേക്ക് ചലിപ്പിച്ചു. അവളുടെ വെളുത്ത പഞ്ഞി പോലത്തെ വയറിലേക്കും ആഴമുള്ള ചുഴിയിലേക്കും അവൻ കൊതിയോടെ നോക്കി നിന്നു. അവൻ തൻ്റെ നാവിനാൽ ചുഴിക്ക് മേലെയായി വൃത്തം വരച്ചു നാവുകൊണ്ട് അതിൻ്റെ ആഴം അളന്നതും അവൾ വില്ല് പോലെ വളഞ്ഞിരുന്നു. ഇച്ചായ മതി. അവൻ്റെ മുടിയിൽ പിടിമുറുക്കിക്കൊണ്ട് നാണവും പ്രണയവും ഇടകലർത്തി അവൾ പറഞ്ഞതും അവൻ തൻ്റെ തല ഉയർത്തി അവളെ നോക്കി. അന്നേരം അവൻ്റെ മുഖത്ത് കുസൃതി ചിരി വിരിഞ്ഞു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എപ്പോഴാ നീ ഇച്ചായാന്ന് വിളിക്കാന്ന്. ഇനി എനിക്കത് കേൾക്കണമെന്ന് തോന്നുമ്പോൾ നിന്റെ സഹായം ഇല്ലാതെ ഞാൻ കേട്ടോളാം. അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. താൻ ഷർട്ട് എടുത്തിടുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ആ പുഞ്ചിരി മായാതെ കിടപ്പുണ്ട്. അവൾ മതിമറന്ന് അവൻ്റെ ആ പുഞ്ചിരിയും നോക്കി കിടപ്പാണ്. ഡി, ഇനി ഇങ്ങനെ കിടന്ന ഇതിലൊന്നും ഒതുങ്ങിയെന്ന് വരില്ല. ഞാൻ മുഴുവനായി അങ്ങ് എടുക്കും. അതുകൊണ്ട് മോള് എഴുന്നേറ്റേ ആ സാരി എടുത്തുകൊടുത്തേ. അവൻ്റെ ആ പറച്ചിൽ കേട്ടതും അവൾ എഴുന്നേറ്റ് സാരി എടുത്ത് ഉടുക്കാൻ തുടങ്ങി. അന്നേരം അവൻ്റെ കള്ളനോട്ടം തൻ്റെ മേലേക്ക് പാറി വീഴുന്നത് അവൾ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഭാവിച്ചു.
ആദം നിഹയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അരുവിയിൽ നിന്നും മുഖമൊക്കെയും കഴുകി ചെറുതായി ഫ്രഷായി നീരുറവയിൽ നിന്നും ശുദ്ധമായ വെള്ളം എടുത്തു കുടിച്ചു ദാഹം അകറ്റി അവരെ യാത്ര തുടർന്നു. ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ ഇരുവരും മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും നിഹ ക്ഷീണിച്ചിരുന്നു. ഒപ്പം കാലിലെ മുറിവും അവളെ തളർത്തി തുടങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ആദം അവളെ എടുത്തു നടത്തം തുടർന്നു. അതെ, കുറേ നേരമായില്ലേ എന്നെ എടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട്? ഇനി കുറച്ച് റെസ്റ്റ് എടുത്താലോ? നിഹ ചോദിച്ചു. ആർക്കാ റെസ്റ്റ് വേണ്ടേ? എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ടെങ്കിലോ? എങ്ങനെയും ഇവിടെ നിന്ന് പുറത്ത് കടന്നാൽ മതി. ശരി, എങ്കിൽ ഞാൻ നടന്നോളാം. അവൻ തന്നെ ഇറക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടതും നിഹ പിന്നെയും പറഞ്ഞു. വേണ്ട, കാല് വയ്യാത്തതല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ എനിക്ക് കുഴപ്പമുണ്ട്. സാർ ഇങ്ങനെ എന്നെ എടുത്ത് നടക്കുമ്പോൾ സാറിൻ്റെ നെഞ്ചെടുപ്പ് എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്കെന്തോ സങ്കടം വരുക. അതും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി. അന്നേരം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ നടത്തം അവസാനിപ്പിച്ചു ചുറ്റും കണ്ണോടിച്ചു. കുറച്ചകലെയായി ഒരു ദേവീ വിഗ്രഹവും അവിടെ തെളിയിച്ച തിരുനാളവും കണ്ടതും ആദം നിഹയെ താഴെ ഇറക്കി അതവൾക്ക് കാട്ടിക്കൊടുത്തു. അതൊരു കാവാണെന്ന് മനസ്സിലായതും ഇരുവരും പ്രതീക്ഷയോട് അങ്ങോട്ട് നടന്നു. അവിടെ ആൾക്കാർ വരാറുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. ഇവിടുന്ന് പുറത്ത് കടക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കണേ എന്നും പറഞ്ഞ് നിഹ ഭഗവതിക്ക് മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുവാണ്. അന്നേരം ആദം പരിസരത്തുള്ള കാട്ടുവള്ളിയൊക്കെ വലിച്ചെടുത്തു അതുവഴി പോവാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. ഒരു വടി കൈയിൽ പിടിച്ചു മുന്നിൽ കാണുന്ന മുള്ളുചെടികളൊക്കെ ആഞ്ഞു വീശിക്കൊണ്ട് മുന്നിലെ തടസ്സം നീക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആദത്തിൻ്റെ കാലിൽ എന്തോ വേദന അനുഭവപ്പെട്ടത്. അവൻ സംഭവം എന്താണെന്നറിയാൻ തൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാലിൻ്റെ ഭാഗത്തുകൂടി ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ കാലിൽ പാമ്പ് കടിച്ചു എന്നറിഞ്ഞതും അവൻ്റെ ഉള്ളിൽ ചെറിയ ഭയം ഉടലെടുത്തു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ നിഹയുടെ അരികിലേക്ക് നടന്നു. നിഹ അപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവളെ ഒന്ന് നോക്കി അവൻ അവിടെ ഒരു ഭാഗത്ത് വന്നിരുന്നു. അധികം വൈകാതെ അവന് വല്ലാത്തൊരു തളർച്ചയൊക്കെ തോന്നി തുടങ്ങി. കണ്ണിലേക്ക് ഇരുട്ട് പടരും പോലെ, ഒപ്പം കാലിൽ അസഹനീയമായ വേദനയും. നിഹ തൻ്റെ പ്രാർത്ഥനയൊക്കെയും കഴിഞ്ഞു അവൻ്റെ അരികിൽ വന്നിരുന്നു. അവൻ്റെ മുഖത്തെ മാറ്റം കണ്ട് അവൾ കാര്യം തിരക്കിയപ്പോൾ അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. നിഹ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അതിനിടയിൽ അവളുടെ കണ്ണുകൾ അവൻ്റെ കാലിലേക്ക് നീണ്ടു. ആങ്കിൾ ലെങ്ത് പാൻ്റ് ആയതിനാലും ഇരിക്കുന്നതിനാലും പാൻ്റ് മുകളിലോട്ട് കയറി പോന്നിട്ടുണ്ട്. ഷൂസിട്ട കാൽപാദത്തിന് തൊട്ട് മേലെയായി രക്തം ചെറുതായി പൊടിഞ്ഞിരിക്കുന്നത് കണ്ടതും നിഹ കാലിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തോ കടിച്ചതാണെന്ന് മനസ്സിലായ നിഹ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നീ എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നേ? അവൻ വേദന കടിച്ചമർത്തി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. സാർ, കാലിൽ എന്ത് പറ്റിയതാ? വല്ലതും കടിച്ചോ? ഏയ്, അതെന്തോ മുള്ളുകൊണ്ടതാ. അത് പറയുമ്പോഴേക്കും അവൻ തളർച്ചയോടെ ആ മരത്തിലേക്ക് ചാഞ്ഞിരുന്നു. അത് കണ്ട നിഹ അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അവനെ താങ്ങി പിടിച്ചു. സാർ, സത്യം പറ, കാലിൽ എന്തോ കടിച്ചതല്ലേ? എനിക്കറിയാം, ഇത് കാവാണ്. ഇവിടെ ഏത് തരം പാമ്പാ ഉണ്ടാവുക എന്നൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കാവെന്ന് വെച്ചാൽ പാമ്പുകളുടെ വാസസ്ഥലം അല്ലെന്നറിയാം. എന്നാലും ഇവിടെ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാവും. നിഹയുടെ ശബ്ദം ചെറുതായി ഇടറി തുടങ്ങി. കണ്ണൊക്കെ നിറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ട ആദം അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ നിഹ പെണ്ണേ, ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. അതൊരു ചെറിയ പാമ്പായിരുന്നു. ഞാനതിനെ ചവിട്ടി കാണും, അതാ എന്നെ കടിച്ചത്. അല്ലാതെ നീ കരുതും പോലെ ഏതോ വലിയ പാമ്പ് വന്ന് എന്നെ കടിച്ചതൊന്നുമല്ല. ഇത് കേട്ട് നിഹ ഞെട്ടലോടെ അവനെ നോക്കി. പാമ്പ് കടിച്ചതാണെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞതും അവൾ അവൻ്റെ കാലിലേക്ക് നോട്ടം പായിച്ചു. നിഹയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. അവൾക്ക് എന്തോ വല്ലാത്തൊരു ഭയം പോലെ തോന്നി. അടുത്ത നിമിഷം അവൻ അവളുടെ തോളിൽ തലചായ്ച്ചു. അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. തൻ്റെ തോളിൽ ചാഞ്ഞിരിക്കുന്ന അവനെ അവൾ ചേർത്ത് പിടിച്ചു. സർ, നേരെ ഇരിക്കൂ പ്ലീസ്. ഇങ്ങനെ കിടക്കാൻ പാടില്ല. കാല് കുത്തനെയായി അനക്കാതെ വെക്കണം. അവൾ അവനെ നേരെ ഇരുത്തി കാല് കുത്തനെ വെച്ചതും അടുത്ത നിമിഷം അവൻ ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെട്ട് തളർന്നു വീണിരുന്നു. ഇത് കണ്ട നിഹ അവനരികിൽ ചെന്ന് അവൻ്റെ തല ഉയർത്തിപ്പിടിച്ചു നേരെ ഇരുത്താൻ ശ്രമിച്ചു. അവന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അന്നേരം അവൻ അവളുടെ മടിയിലേക്ക് തളർന്നു വീണു. അവൻ മയക്കത്തിലേക്ക് വഴുതി പോകുന്നത് കണ്ടതും നിഹ അവനെ ഉണർത്താൻ ശ്രമിച്ചു. സാർ ഇങ്ങോട്ട് നോക്ക്. ഉറങ്ങല്ലേ സാർ. സാറിനൊന്നും പറ്റില്ല. സാർ ധൈര്യമായിരിക്കെ. ദേ, നമ്മളിപ്പോൾ ഉള്ളതേ കാവിലെ ഭഗവതിയുടെ മുന്നിലാ. ഭഗവതി ഒരിക്കലും നമ്മളെ കൈവിടില്ല. നിഹ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു.
നിഹ, എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നിന്നെ ഈ കാട്ടിൽ തനിച്ച് വിട്ടിട്ട് ഞാൻ മരിച്ചു പോയാ നീ നീ എന്ത് ചെയ്യും നിഹ? അന്നേരം അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ സാർ, എനിക്ക് സങ്കടം വരും കേട്ടോ. സാറിനൊന്നും പറ്റില്ല, സാറിനൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. സാറില്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവില്ല. നീക്ക് കരച്ചിലടക്കാനായില്ല. കരയല്ലേ പെണ്ണെ, ഇതിൻ്റെ വിധിയായിരിക്കും. നിനക്ക് എന്നിൽ നിന്നൊരു മോചനം വേണമെന്ന് ദൈവത്തിന് തോന്നിയിരിക്കാം. കാരണം നീ നല്ലൊരു പെൺകുട്ടിയായിരിക്കും. എന്നെ പോലൊരുത്തൻ നിന്നെ അർഹിക്കുന്നില്ല നിഹ. സാർ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് സാറിൽ നിന്നൊരു മോചനം വേണ്ടെങ്കിലോ? അന്നേരം അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഒപ്പം അവളുടെ കൈയെടുത്ത് തൻ്റെ ചുണ്ടോടടുപ്പിച്ചു. നിഹ, ഐ ലവ് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആയിരുന്നു എന്നല്ല, ആണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഐ എം സോറി നിഹ, ഞാൻ നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചു അല്ലേ? സോറി. അവൻ പിന്നെയും അവളുടെ കയ്യിൽ ചുംബിച്ചു. അപ്പോഴേക്ക് അവൻ ശരിക്കും തളർന്നു പോയിരുന്നു. അത് കേട്ടപ്പോൾ നിഹയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. അവൾ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. ഇല്ല, സാറിനൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞവൾ അവനെ നേരെ കിടത്തി എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ കുരുങ്ങി അഴിഞ്ഞു വീണു. ഇപ്പോഴും മഞ്ഞച്ചരടിൽ കോർത്ത താലിയാണുള്ളത്. ഒരു നിമിഷം നിഹയുടെ ഉള്ളമൊന്ന് വിറച്ചുവെങ്കിലും ഇപ്പോൾ ഇതൊന്നും ചിന്തിക്കേണ്ട സമയമല്ല എന്ന് തോന്നിയ നിഹ അതവിടെ ഉപേക്ഷിച്ചു. ആ കാവലെ ഭഗവതിയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിറകണ്ണാലെ കൈകൾ കൂപ്പി നിന്നു. ഇനിയും എന്നെ പരീക്ഷിക്കുകയാണോ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എൻ്റെ അറിവിൽ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കിടക്കുന്നത് എൻ്റെ 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 ജീവനാ, എൻ്റെ പ്രാണനാ. അദ്ദേഹത്തെ എനിക്ക് തിരികെ വേണം. ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ ദേവിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ? ഈ അവസ്ഥയിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാവുന്നതല്ലേ? എന്നിട്ടും എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം കൂടെ? ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എന്നിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോവാണോ? ഇനിയിപ്പോൾ ഒരു ജീവൻ എടുത്തേ മതിയാവൂ എന്നാണെങ്കിൽ ഞാനുണ്ട് ഇവിടെ. എൻ്റെ ജീവൻ എടുത്തോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ മുട്ടുകുത്തിയിരുന്നു. നിഹയുടെ വാക്കും പ്രവൃത്തിയും ആദമിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ ഓരോ വാക്കുകളിലും തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തൻ്റെ ഷർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന താലി അവൻ മുറുക്കി പിടിച്ചു. ഒപ്പം കണ്ണിറക്കി അടച്ചു. നേർത്തുള്ളികൾ കവളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ അവളോടൊത്തുള്ള ഒരു ജീവിതം ആദ്യമായി അവൻ ആശിച്ചു പോയിരുന്നു. അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം അവൻ വേദന കടിച്ചു പിടിച്ചു. നിഹയെ നോക്കി കിടപ്പുണ്ട്. ആ കാഴ്ച അവളെ കൂടുതൽ വേദനിപ്പിച്ചു. കണ്ണുകൾ അമർത്തി തുടച്ചു. അവൾ അവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ശയന പ്രദക്ഷിണം ആരംഭിച്ചു. അവൻ്റെ ജീവൻ തിരിച്ചു തരാതെ താനിത് അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. കല്ലും മുള്ളും കരിയിലകളും നിറഞ്ഞ തറയിൽ കിടന്ന് ഉരുളുന്ന നിഹ. ആ കാഴ്ച അവനെ വേദനിപ്പിച്ചു. നിഹ, എന്തായി കാണിക്കുന്നേ? എഴുന്നേറ്റേ, എഴുന്നേക്കാൻ. എനിക്കൊന്നുമില്ലെന്ന് ആദം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ നിഹ ഇതൊന്നും കൂട്ടാക്കാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നിഹ, എന്നേക്കടി. വേണ്ടെന്ന്. ആദം മുട്ടിലെഴഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് നീങ്ങിയെങ്കിലും അവൻ്റെ ശ്രമം പരാജയപ്പെട്ടു. അടുത്ത നിമിഷം അവൻ പൂർണ്ണമായും തളർന്നു വീണു. അതോടൊപ്പം അവൻ്റെ കണ്ണുകൾ മുഴുവനായും അടഞ്ഞുപോയി. അപ്പോഴും അവൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി, വെറും നിമിഷങ്ങൾ കൊണ്ട് തൻ്റെ പ്രാണനെ അലിഞ്ഞു ചേർന്നവൾക്ക് വേണ്ടി. ഇതൊന്നും അറിയാതെ നിഹ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവന് വേണ്ടി യാചിക്കുകയാണ്. സമയം പോയിക്കൊണ്ടിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി. നിഹയുടെ ശരീരം തളർന്നു തുടങ്ങി. കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. അവൾ അവിടെ തന്നെ തളർന്നു വീണു. ആകാശം ഇരുണ്ടു തുടങ്ങി. ശക്തമായ കാറ്റും ഒപ്പം ഇടിമിന്നലും. അപ്പോഴും കാവല വിളക്ക് അണഞ്ഞിരുന്നില്ല. അടുത്ത നിമിഷം ഒരു പാമ്പ് ഇഴഞ്ഞു വന്നു. ആദത്തിൻ്റെ അരികിലെത്തി. അവൻ്റെ കാലിലേക്ക് ഇഴഞ്ഞു നീങ്ങി നേരത്തെ കടിച്ച ഭാഗത്തേക്ക് വീണ്ടും കടിച്ചു. വിഷം വലിച്ചെടുത്തു. ഇതൊന്നും അറിയാതെ ആദവും നിഹവും അവിടെ കിടക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞ് ആ പാമ്പ് എങ്ങോട്ടും ഇഴഞ്ഞു പോയി. ആ നിമിഷം ആകാശം പൂർവ്വസ്ഥിതിയിലായി. കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു. പിന്നീട് അതൊരു കുളിർ കാറ്റായി മാറി. അടുത്ത നിമിഷം ഭൂമിയെ ചുംബിച്ചുണർത്തി മഴ വർഷിച്ചു.
മഴത്തുള്ളികൾ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് ആദം കണ്ണു തുറന്നത്. അവൻ എഴുന്നേറ്റിരുന്നു. തൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായ മുറിവോ ഒന്നുമില്ലായിരുന്നു. അവന് അത്ഭുതം തോന്നി. താനിനി മരിച്ചുപോയോ എന്നറിയാൻ അവൻ തൻ്റെ ദേഹത്തൊക്കെ തൊട്ടു നോക്കി. ശേഷം സ്വയം കയ്യിലൊന്ന് പിച്ചി താൻ മരിച്ചിട്ടില്ല എന്നുറപ്പ് വരുത്തിയ ആദം നിഹയിലേക്ക് നോട്ടം പായിച്ചപ്പോൾ അവൾ ബോധമറിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളുടെ അരികിലേക്ക് ഓടിയെത്തി അവളെ വാരിപ്പുണർന്ന് നെഞ്ചോടടുപ്പിച്ചു. അവളെ അവൻ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. നിഹ പതിയെ കണ്ണുകൾ തുറന്നു അവനെ നോക്കി. മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന ആദത്തെ കണ്ടതും അവളുടെ കണ്ണു നിറഞ്ഞു. നമ്മൾ രണ്ടുപേരും മരിച്ചുല്ലേ? ഞാൻ ദേവിയോട് പറഞ്ഞതാ, ജീവിക്കുവാണേലും മരിക്കുവാണേലും ഒരുമിച്ച് മതിയെന്ന്. നിഹയുടെ വാക്കുകൾ കേട്ടതും അവന് സന്തോഷവും സങ്കടവും അടക്കാനായില്ല. അവളുടെ മുഖത്താകമാനം ചുംബനങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ അവൾ കാര്യം എന്തെന്നറിയാതെ അവൻ്റെ ഓരോ ചുംബനവും ഏറ്റുവാങ്ങി. ഒടുവിൽ അവൻ്റെ ചുംബനത്താൽ വിവശയായ അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി. ദേ, നിങ്ങൾക്ക് എവിടെയും ഇത് തന്നെയാ പണി? തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടുള്ള നിഹയുടെ ചോദ്യം കേട്ട് അവൻ അറിയാതെ ചിരിച്ചുപോയി. നിഹ, നമ്മൾ രണ്ടുപേരും ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ദേ, എൻ്റെ കാല് നോക്കിക്കേ, പാമ്പ് കടിച്ച പാട് പോലും കാണാനില്ല. അവൻ തൻ്റെ കാല് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ ഇരുകാലം മുഴുവനും പരതി. ഒടുവിൽ ഒന്നും കാണാഞ്ഞതും അവൾ അവൻ്റെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചു. ശേഷം അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവൻ അവളെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. ശേഷം ദേവി വിഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പി നിന്നു. നിഹ, ദേ അങ്ങോട്ട് നോക്ക്, നിന്റെ പ്രാർത്ഥനയുടെ ഫല ഇതൊക്കെ. എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? ഇതെൻ്റെ പുനർജന്മമാണ്, നീ എനിക്ക് സമ്മാനിച്ച പുനർജന്മം. ആദം പറഞ്ഞത് കേട്ടതും നിഹ ഭഗവതിക്ക് മുന്നിൽ നന്ദിയോടെ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണുകൾ ഇറുകെ പൂട്ടി. അടുത്ത നിമിഷം അവൾക്ക് തൻ്റെ കഴുത്തിലേക്ക് എന്തോ തണുപ്പ് പടരുന്നത് പോലെ തോന്നി. അവൾ കണ്ണുകൾ തുറന്നു നോക്കിയതും തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ കഴുത്തിലേക്ക് താലി ചാർത്തുന്ന ആദമിനെയാണ് കാണുന്നത്. ആ നിമിഷം സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വിഗ്രഹത്തിന് തൊട്ടരികിലുണ്ടായിരുന്ന കുങ്കുമം എടുത്തു അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തുടങ്ങി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തൻ്റെ ചുംബനത്താൽ ഒപ്പിയെടുത്ത് അവളുടെ നിറകയിൽ ചുണ്ട് ചേർത്തു നെഞ്ചോടടുപ്പിച്ചു. അപ്പോഴും മഴ ആർത്തുലച്ച് പെയ്യുന്നുണ്ട്. അന്നേരം ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു ജീപ്പ് അവരുടെ അരികിൽ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങി വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് ആദമിൻ്റെയും നിഹയുടെ കണ്ണുകൾ വിടർന്നു. നിഹയും ചേർത്ത് പിടിച്ച് ജീപ്പിൽ കയറി. ജീപ്പ് അവിടെ നിന്ന് നീങ്ങി തുടങ്ങി. നിഹ ആദമിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അന്നേരം അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും ഒന്നിൻ്റെ പേരിലും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള അവളുടെ വാക്കുകൾ അവൻ്റെ കാതിൽ പിന്നെയും മുഴങ്ങി. താൻ അറിയാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത ഒരു നിഹാരികയുണ്ട്. ഇനി അവിടേക്ക് എത്തുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. എന്ത് വന്നാലും ഇനി ചെകുത്താനിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടാവില്ല. ഇനി തനിക്കവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കണം ജീവിതാവസാനം വരെ. അവൻ്റെ മനസ്സ് ഓരോന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ആദം നിഹയുമായി കളരിക്കൽ വീടിന് മുന്നിലെത്തി. ഇന്നലെ രാത്രി എത്തുമെന്ന് പറഞ്ഞിരുന്നവരെ ഇതുവരെ കാണാഞ്ഞതും അവിടെ മുഴുവൻ ഭീതി പരന്നിരുന്നു. അതിനാൽ എല്ലാവരും അവരുടെ വരവും കാത്ത് മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. ടാക്സിയിൽ നിന്നും ഇറങ്ങി വരുന്ന ആദം, അവനോട് ചേർന്ന് നടക്കുന്ന നിഹ, ആ കാഴ്ച എല്ലാവരും നോക്കി നിന്നു. പപ്പ, ആ ടാക്സിക്ക് കാശ് കൊടുത്ത് ഒന്ന് പറഞ്ഞു വിട്ടേക്ക്. ആദം പറഞ്ഞു വരുന്ന ആദത്തെ കണ്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ആദം, എന്തായത്? ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? അങ്ങോട്ട് വിളിച്ചാലോ കിട്ടണില്ല. ബാക്കിയുള്ളവർ ഇവിടെ തീ തിന്ന് കഴിയുകയായിരുന്നു. അതെങ്ങനെയാ? ഞാൻ നിന്റെ ആരും അല്ലല്ലോ. നിനക്ക് വലുത് മറ്റെന്തൊക്കെയോ അല്ലേ? കടുത്ത വാക്കുകൾ ഉപയോഗിച്ചു ആദമിൻ്റെ മമ്മ അവരുടെ ഉള്ളിലെ സങ്കടം അറിയിച്ചു. മമ്മ ഒന്നും വേണമെന്ന് വെച്ചല്ല. ഇന്നലെ ഞങ്ങൾ സഞ്ചരിച്ച വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടു. പിന്നെ നടന്നൊക്കെ അവൻ ചുരുക്കി പറഞ്ഞു. പാമ്പ് കടിച്ചതൊന്നും അവൻ പറഞ്ഞില്ലായിരുന്നു. ഇതൊക്കെയും എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് കേട്ടു നിന്നത്. കണ്ടില്ലേ, ഒരു പെണ്ണ് വന്ന് കയറിയതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. നിഹയെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ത്രേസ്യ പറഞ്ഞു. തൻ്റെ വല്യമ്മച്ചി കൊച്ചു ത്രേസ്യയുടെ ആ പ്രയോഗം ആദത്തിന് അത്ര പിടിച്ചില്ല. അതെ കൊച്ചു ത്രേസ്യ കൊച്ചേ, അപ്പോൾ ഇവൾക്ക് പറ്റിയ ആക്സിഡൻറ്റ് ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയതിൻ്റെ ഗുണം ആവുമല്ലയോ? തമാശ രൂപേണാണെങ്കിലും ആദം അല്പം കൊള്ളിച്ചു പറഞ്ഞു.
കണ്ടോ, അവൻ എന്നോട് തർക്കുത്തരം പറയുന്നത് കണ്ടോ? അവൻ ആ പെണ്ണിനെ പറഞ്ഞത് ബോധിച്ചിട്ടില്ല. ത്രേസ്യ സങ്കടമൊക്കെയും വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, ബോധിച്ചിട്ടില്ല. ഇവളെ എൻ്റെ ഭാര്യയാണ്, അല്ലാതെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. നിങ്ങളൊക്കെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ച് ഇവിടെ ആരെങ്കിലും ഇവളെ വിഷമിപ്പിക്കുന്നത് കണ്ടാ ഞാൻ നോക്കിയിരിക്കുന്ന ആരും കരുതണ്ട. ഞങ്ങൾ തിരിച്ചു പോകുന്നത് വരെ ഇവൾക്കൊരു കുറവും വരാൻ പാടില്ല. പറ്റില്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇപ്പം തന്നെ തിരിച്ചു പോയേക്കാം. ആദം കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു. ആദം, നീ ആരോടായി സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? അവൻ്റെ മമ്മ ശാസിച്ചു. ആനി, വേണ്ട, ഈ കൊച്ചിനെ വിളിച്ചകത്ത് കയറ്റി. യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ, ആ കൊച്ച് വല്ലതും കഴിച്ച് ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ. ആദത്തിൻ്റെ പപ്പയുടെ വാക്കുകൾ കേട്ട് ആദത്തിൻ്റെ മമ്മ ആനി വിളക്കുമായി വന്ന് നിഹയെ അകത്തേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങി. അന്നേരം നിഹ ആദ്യം തന്നെ അവൻ്റെ അച്ചാച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കാലിൽ തൊഴുതു വണങ്ങി അനുഗ്രഹം വാങ്ങി. പിന്നെ അവൻ്റെ പപ്പയുടെയും മമ്മയുടെയും അടക്കം ബാക്കിയുള്ള മുതിർന്ന എല്ലാവരുടെയും കാല് തൊഴുതു വണങ്ങി സോപ്പിട്ട് പതപ്പിച്ചു. ഇതൊക്കെ കണ്ട് വായുമ്പോൾ ചെന്ന് ആദത്തിനെ നോക്കി അവൾ കണ്ണിറക്കി. ആദത്തിൻ്റെ മമ്മി നിഹയും കൊണ്ട് സ്റ്റെയർ കയറി അവൻ്റെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ ആദം ഉണ്ടായിരുന്നു. അവൾക്ക് കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുത്തു. അവളുടെ കവിളിൽ ഒന്ന് തലോടി അവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആദം മുറിയിലേക്ക് കയറി വന്നത്. തൻ്റെ മമ്മയുടെ കവിളിൽ അമർത്തി മുത്തിയതും ആനി അവനെ ഒന്നിരുത്തി നോക്കി പെട്ടെന്ന് റെഡിയായി വാ എന്നും പറഞ്ഞു താഴേക്ക് നടന്നു. തൻ്റെ അരികിലേക്ക് വരുന്ന ആദമിനെ കണ്ടതും നിഹയുടെ മുഖം വിടർന്നു. അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ട് ചേർക്കാനിരിക്കവെയാണ് കിളികളെ ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അന്നേരം ഇരുവരും ഡോറിനരികിലേക്ക് നോട്ടം പായിച്ചപ്പോൾ കുട്ടി പട്ടാളങ്ങളൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട്. നിഹ അവനിൽ നിന്നും ചമ്മലോട് അടർന്നു മാറി. ആദത്തിൻ്റെ പപ്പയുടെ അനിയന്മാരുടെ മക്കളായിരുന്നു അത്. പപ്പയേക്കാൾ ഒരുപാട് ചെറുതാണ് പപ്പയുടെ അനിയന്മാർ. അതുകൊണ്ട് അവർക്ക് ആ പ്രായത്തിലുള്ള കുട്ടികളാണുള്ളത്. 8 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള പ്രായം. എന്താ? ആദം ഗൗരവത്തിൽ ചോദിച്ചു. ചാച്ചൻ ഈ ചേച്ചി ഉമ്മ വെക്കുവാണോ? കൂട്ടത്തിൽ ഇളയതാണ് ചോദിച്ചത്. ആണെങ്കിൽ അയ്യേ, പെൺപിള്ളേരെ ഉമ്മ വെക്കുന്നതേ മോശമല്ലേ, ഞങ്ങളിത് വല്യമ്മച്ചോട് പറഞ്ഞു കൊടുക്കുവേ. പോടാ എന്നും പറഞ്ഞ ആദം എല്ലാത്തിനെയും ഓടിച്ചു വിട്ടു. ശേഷം അവൻ നിഹയുടെ അരികിലേക്ക് നടന്നു. അന്നേരം ഒരുത്തൻ പിന്നെയും വന്നു. ചാച്ചോ, ഇത് വലിയ ശല്യമായല്ലോ, എന്തുവാടാ? ചാച്ചൻ അച്ചാച്ച അന്വേഷിക്കുന്നുണ്ട്. കൂട്ടത്തിലെ മുതിർന്ന പയ്യൻ അതും പറഞ്ഞ് താഴേക്ക് നടന്നപ്പോൾ ആദം അവിടെ നിന്ന് പോവാനൊരുങ്ങി. അന്നേരം നിഹ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു. ആദം എന്താ എന്ന പോലെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് വരണേ, എനിക്കൊറ്റയ്ക്ക് എന്തോ പോലെ. നിഹ അത് പറഞ്ഞതും ആദം അവളുടെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് താഴേക്ക് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആദം മുറിയിലേക്ക് തിരികെ വന്നു. അന്നേരം നിഹ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം തൊട്ട് ഇതുവരെ സംഭവിച്ച ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഒപ്പം അവൻ തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ആദം അവളുടെ പിന്നിലൂടെ വന്ന് ഇറുകെ പുണർന്നതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നീ ഇതുവരെ കുളിക്കാൻ പോയില്ലേ? അവളില്ലെന്ന പോലെ ചുമൽ കൊച്ചി. അതെന്തേ? എനിക്ക് മാറാൻ ഡ്രസ്സ് വേണ്ടേ? അല്ല, ഇത്രയും നേരം സാർ എന്തെടുക്കുമായിരുന്നു? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. നിഹ പരിഭവിച്ചു. എന്തിനാ ഒരുമിച്ച് കുളിക്കാനാ? അവൻ കുറുമ്പോട് ചോദിച്ചു. പോവണമെന്ന് അതിനൊന്നും അല്ല, എനിക്കിവിടെ എന്തോ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ പോലെ, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ? വീർപ്പ് മുട്ടലിനെ കൃത്രിമ ശ്വാസം ബെസ്റ്റാ. ഞാൻ കൃത്രിമ ശ്വാസം തരട്ടെ? അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടുകൊണ്ടവൻ പറഞ്ഞു. തൻ്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർക്കാൻ വരുന്നവനെ കണ്ടതും നിഹ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അവൻ തൻ്റെ വായിൽ അമർന്ന അവളുടെ കയ്യിൽ ചുംബിച്ചു. ശേഷം ആ കൈയെടുത്ത് മാറ്റി. അതെ, നമ്മുടെ ലഗേജുമായി നിഖിൽ വന്നതായിരുന്നു. അതാ ഞാൻ കുറച്ച് താമസിച്ചത്. നിൻ്റെ ഫോൺ ദേ അവിടെ വെച്ചിട്ടുണ്ട്, ആദം പറഞ്ഞു. എന്നിട്ട് നിഖിൽ സാറ് പോയോ? നമ്മുടെ വണ്ടി ഷോറൂമിൽ വെക്കാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് എവിടെ നമ്മുടെ ലഗേജ്? നിഹ അത് ചോദിച്ചു തീർന്നില്ല. അന്നേരം പെട്ടിയുമായി വീട്ടിലെ പണിക്കാരൻ ജോസഫ് കയറി വന്നു. അത് കണ്ട് നിഹ അവനിൽ നിന്നും അകന്നു മാറാനൊരുങ്ങി. എന്നാൽ ആദം വിട്ടതുമില്ല. ജോസഫ് ആണെങ്കിൽ ഇതൊന്നും കാണാൻ വയ്യേ എന്ന പോലെ തിരിഞ്ഞു നടന്നു. ജോസഫ് പോയത് നിഹ അവനെ കോർപ്പിച്ചു നോക്കി. തൻ്റെ ട്രോളി ബാഗിൽ നിന്നും ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ പിന്നാലെ ആദം ഉണ്ടായിരുന്നു. അവൾക്ക് പിന്നാലെ വാഷ്റൂമിൽ കയറി ഡോർ അടിച്ചതും നിഹ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. സാറെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? കുളിക്കാൻ. എന്നാൽ സാറ് കുളിച്ചോ? ഞാൻ പിന്നെ കുളിച്ചോളാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. ആദം പറയുന്നത് കേട്ട് നിഹയുടെ കണ്ണുകൾ മേഞ്ഞു വന്നു. അവൻ മുന്നോട്ട് നടക്കുന്നോറും നിഹ ഞെട്ടലോടെ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു.
ഒടുവിൽ അവളുടെ ഇടുപ്പിൽ കൈയിട്ട് തന്നോട് അടുപ്പിച്ചു. ഷവർ ഓൺ ചെയ്തതും ഇരുവരെയും നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങി. അന്നേരം ഇരുവരും മതിമറന്ന് പരസ്പരം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. ബാക്ക്ഗ്രൗണ്ടിൽ എൻ വെണ്ണിലെ താരമേ എന്നും എൻ നെഞ്ചിലെ ശ്വാസമേ ആ ഗാനം മുഴങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ ആദരങ്ങളിൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ആദത്തിനെ കണ്ടതും അവൾ തൻ്റെ മുഖം വെട്ടിച്ചു. മുഖം തിരിഞ്ഞു നിന്നതും അവൻ അവളുടെ വയറിലൂടെ കൈയിട്ട് വട്ടം ചുറ്റി പിടിച്ചു അവളെ വട്ടം കറക്കി. ഹേയ്, എന്താ സാറേ കാണിക്കുന്നേ? വാഷ്റൂമിൽ നിന്നും ഇങ്ങനെയൊക്കെ കാട്ടിയാലേ വീണ് നടുവോടി കിട്ടോ എന്ന് അവൻ ഇതൊന്നും കേട്ടതായി നടിക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു. ആദം, ആദം! വാഷ്റൂമിൻ്റെ ഡോറിൽ തട്ടിക്കൊണ്ട് തൻ്റെ മമ്മ വിളിക്കുന്നത് കേട്ടതും നിഹയും ആദവും ഒന്ന് പതറി. അവൻ നിഹയെ താഴെ ഇറക്കി. അയ്യോ, നീ സാറിൻ്റെ മമ്മ വിളിക്കുന്നു. നമ്മൾ ഇതിനകത്ത് ഒരുമിച്ചാണെന്ന് അറിഞ്ഞാലേ നാണക്കേടാ. സാർ എന്താന്ന് ചോദിക്ക് സാർ. അന്നേരം ആദം ഷവർ ഓഫ് ചെയ്ത് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. എന്താ മമ്മ? എടാ, ആ കൊച്ചെന്തിയേ? അവൾ എവിടെയെങ്കിലും കാണും. എന്താ മമ്മ? ഹേ, ഒന്നുമില്ല. നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നതാ. ആ കൊച്ചിന് നല്ല വിശപ്പ് കാണും. ഇനിയിപ്പോൾ അതിന് അങ്ങോട്ട് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ശരി മമ്മ, ഞങ്ങൾ കഴിച്ചോളാം. ശരി, എന്നാൽ ഞാൻ പോട്ടടാ. എടാ, പിന്നെ ഒരു കാര്യം, ആ കൊച്ചിനെ അധിക നേരം വെള്ളത്തിൽ നിർത്തല്ലേ. ഇവിടത്തെ വെള്ളം ശീലമില്ലാത്തതല്ലേ. ഇനി വല്ല അസുഖവും വരണ്ട. അത്രയും പറഞ്ഞ് അവർ ചിരിയോട് മുറിവിട്ടിറങ്ങി. ഇത് കേട്ട ആദവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അയ്യേ, ഇത് സാറിൻ്റെ മമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. ഇനി എങ്ങനെ ഞാൻ അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കും? ശോ, നീ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞ് അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവളുടെ സാരി തലപ്പ് വലിച്ചെടുത്തതും അവൾ ഒരു തരം വെപ്രാളത്തോടെ മുഖം തിരിഞ്ഞു നിന്നു. അടുത്ത നിമിഷം അവളിൽ നിന്നും സാരി പൂർണ്ണമായും അടർന്നു വീണു. അവൻ അവളുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ചുണ്ടു ചേർത്തു. അന്നേരം അവൻ്റെ കൈ അവളുടെ വയറിനെ തഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ വിരൽ അവളുടെ പൊക്കിൾ ചുഴിയിൽ ആഴ്ന്നിറങ്ങി. അവളൊരു തരം പിടച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവൻ ഇറുക്കെ പുണർന്നു. ആ നിമിഷം അവളുടെ നെറുകയിലവൻ ചുംബിച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. മതി സാർ, ഇനി പുറത്തു പോയേ. നിഹ വാഷ്റൂമിൻ്റെ വാതിലും തുറന്ന് അവനെ പുറത്തിറക്കി. അന്നേരം അവൻ അവളുടെ മേനിയിലേക്ക് നോട്ടം വായിച്ചതും അവൾ ഡോറിനിടയിലേക്ക് മറഞ്ഞു നിന്നു. ഒന്ന് പോ സാർ, പ്ലീസ്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. അവൻ അതും പറഞ്ഞ് പുറത്തിറങ്ങി. അവൻ ടവൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കുളിയൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. അവൻ ബെഡിൽ വന്നു മലർന്നു കിടന്നു. വാഷ്റൂമിൽ നടന്ന മനോഹരമായ പ്രണയ നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അന്നേരം അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഇതേ സമയം നിഹ അർദ്ധനഗ്നയായി ഷവറിന് കീഴെ നിൽക്കുകയാണ്. ഇടതുമാറിൽ അവൻ സമ്മാനിച്ച പ്രണയമുദ്രയിലേക്ക് വെള്ളം വീഴുമ്പോൾ അവൾക്ക് ചെറുതായി നീറുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായി സാറ് കാണിച്ചു വെച്ചേക്കണേ എന്നും പറഞ്ഞ് അവൾ അവിടം ഒന്ന് തൊട്ടു നോക്കി. അന്നേരം അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു. ഇതേസമയം കൊച്ചു ത്രേസ്യ നിഹയ്ക്കുള്ള പണി ഒരുക്കുന്ന തിരക്കിലായിരുന്നു.